ഓക്കെ. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ നേരിട്ട് വന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു ആണാണെങ്കിൽ സ്വയം എനിക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്? അദ്ദേഹം നീ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ്, അദ്ദേഹത്തിന്റെ ഇൻകം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഇൻകം എക്സ്പെൻസുകൾ അതിനെല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്താണ് എത്രയാണ് എന്നുള്ളതെല്ലാം കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് ഇതുവരെ സമാഹരിച്ച തുകകൾ പല സേവിങ്സ് അക്കൗണ്ടിലുണ്ടാകും, മ്യൂച്വൽ ഫണ്ടിലുണ്ടാകാം, സ്റ്റോക്സിലുണ്ടാകാം, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകാം, പ്രോപ്പർട്ടീസ് ഉണ്ടാകാം. അങ്ങനെ പല പല അസറ്റ്സ് അതെ എല്ലാം എടുക്കുക. അതോടൊപ്പം തന്നെ ലൈബിലിറ്റീസ്, ലോൺസ്, പല ലോൺസ് ഉണ്ടാകും. ഗോൾഡ് ലോൺസ് ഉണ്ടാകും, ഹോം ലോൺ ഉണ്ടാകും, ചിലപ്പോൾ ലോൺ ഉണ്ടാകില്ല, ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ടാകും, ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജുകൾ ഉണ്ടാകാം. ഇതെല്ലാം അതും എടുക്കുക. ദെൻ അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ്സ് ഉണ്ടാകാം. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ മന്ത്ലി അടയ്ക്കത്തില്ല. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇയർലി റിന്യൂ ചെയ്ത് പോകുമായിരിക്കും. മറ്റ് മന്ത്ലി അടയ്ക്കുന്ന ആണെങ്കിൽ മന്ത്ലി കറക്റ്റായിട്ട് എത്രയാണ് അടയ്ക്കുന്നത് അത് ഇതിൻ്റെ പാർട്ടായിട്ട് എടുക്കുക. ദെൻ ഇൻഷുറൻസുകൾ എന്തൊക്കെയുണ്ട്, ഓക്കെ, നമുക്ക് ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ട്, എമർജൻസി ഫണ്ട് അത്യാവശ്യത്തിനുണ്ടോ, ഓക്കെ. ദെൻ വരുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശേഷം ഇനിയാണ് വരുന്നത് നമ്മുടെ ഭാവിക്കുള്ള ലക്ഷ്യങ്ങൾ. അതെ അതിനുവേണ്ടി അതിന് ഓരോന്നിനും നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഏത് പീരീഡിലാണ്, ഏത് ഡേറ്റിൽ അല്ലെങ്കിൽ ഏത് സമയത്ത് എത്ര രൂപ വേണ്ടി വരും, ഇത്ര വർഷം കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ള എത്രയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ